ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, കാരണം നമ്മുടെ പൂർവികർ കാരണം കുറച്ച് വംശനാശം സംഭവിച്ച ജീവികളെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മളുണ്ടാവുന്നതിന് ഒരുപാട് വർഷം മുന്നേ ജീവികൾക്ക് വംശനാശം സംഭവിച്ചിരുന്നു. എന്നാൽ നമ്മൾ മനുഷ്യർ കാരണം ചില ജീവികൾക്ക് വംശനാശം സംഭവിച്ചതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയൊന്നുമില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഒരു ജീവി മരിക്കാൻ കാരണം കുറേ കാരണങ്ങളുണ്ടാവും. അതിലൊരു കാരണങ്ങളാണ് അതിന് ഭക്ഷണം കിട്ടാണ്ടാവുന്നത്. അതിലും രണ്ടാമത് നിൽക്കുന്നത് മനുഷ്യന്മാരെ വേട്ടയാടലും കൂടാണ്. കുറേ വർഷം മുമ്പുണ്ടായ ഐസ് ഏജ് കാലത്തും അവസാന കാലത്തും കുറേ മൃഗങ്ങൾ ഇങ്ങനെ മരണപ്പെട്ട ഒരു വിവരമുണ്ട്. അതിൻ്റെ ഒപ്പം മനുഷ്യരുടെ വേട്ടയാടലുണ്ടായാൽ എങ്ങനെയിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം ആ ജീവികൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മാമത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആന. ഈ ആനകളെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഐസ് ഏജ് കാലത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു മൃഗമായിരുന്നു ഇത്. ഇതിന് വംശനാശം സംഭവിക്കാൻ വേറൊന്നുമല്ല, മനുഷ്യൻ്റെ ഇടപെടലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഐസ് ഏജിൻ്റെ അവസാന കാലത്ത് മഞ്ഞുരുകളുണ്ടായിരുന്നു. അതിന് കാരണം ഈ എലിഫൻസിന് ഐസ് ഇല്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വംശനാശം സംഭവിക്കാൻ കാരണം. മനുഷ്യൻ്റെ ഇടപെടലുണ്ട് അതിലൊപ്പം, എന്നാലും ഏറ്റവും കൂടുതൽ ഐസിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇതിനെ തിരിച്ച് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആളെ കാണാം, സേബ്രത്തോടെ കാറ്റ്. ഇതാണ് ഈ സിംഹമല്ല, ഇത് പുലിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ സിംഹത്തിൻ്റെ രൂപം പോലെ തോന്നും, പക്ഷേ ഇത് കാറ്റാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ പുലി. ഇതിൻ്റെ കൊമ്പ് വിട്ടിരിക്കുന്ന ഒരു പല്ലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ടൈഗറിനെ അപേക്ഷിച്ച് ഇത് അതിൽ ഇരട്ടി വലിപ്പമുള്ള ഒരു ടൈഗറാണ്. അപ്പോൾ ഇതും ജീവിച്ചിരുന്നത് ഐസ് ഏജ് കാലത്താണ്. ഇതിൻ്റെ അവസാനം ഐസ് ഏജ് കാലത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വംശനാശം കാരണം മനുഷ്യരുണ്ട്. അപ്പം മൂന്നാമതായിട്ട് വരുന്നത് മെഗലഡോൺ ഷാർക്ക്. ഇതൊരു ഷാർക്കാണ്. കടലിൽ ഇന്നേ വരെയും ജീവിച്ചിരുന്ന ഏറ്റവും കൂടുതൽ വലിപ്പവും അപകടകരവുമായ ഒരു ജീവിയാണിത്. കടലാമകൾ, മീനുകളും തിമിംഗലം വരെയും ഇവർ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു. ഈ ഷാർക്കിൻ്റെയും സാധാരണ ഒരു ഷാർക്കിൻ്റെയും പല്ല് കൂട്ടി വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വലിപ്പം. 2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ ഇവരെ വംശനാശം തുടങ്ങിയിരുന്നു. ഇവരും ഐസ് കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഷാർക്കാണ്. അപ്പോൾ ഇതിന് കാരണം വേറൊന്നുമല്ല, തണുപ്പ് കാരണമാണ് ഇതിൻ്റെ വംശനാശം ഉണ്ടായത്. ആൻഡ് 4 ആയിട്ട് വരുന്നത് ഡോഡോ പക്ഷികൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇത് സാധാരണ ഒരു ഡക്കിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇത് ജീവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പറക്കാനുള്ള ശേഷിയില്ല. അതുവരെ സമാധാനമായി ജീവിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോർച്ചുഗീസുകാർ വരുന്നതായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ ഇതിനെ ലോകത്തിനറിയിച്ചു. അങ്ങനെ ലോകത്തു നിന്ന് ആൾക്കാരിങ്ങനെ വന്ന് ലാസ്റ്റ് ഇതിനെ വേട്ടയാടി. അങ്ങനെയായിരുന്നു ഇതിൻ്റെ വംശനാശം. അങ്ങനെ ലോകത്തിലെ അവസാന ഡോളോ ഇല്ലാണ്ടാവുകയായിരുന്നു. എന്നിരുന്നാലും 1987 ഡോളോ എന്ന പക്ഷി ഇല്ലാണ്ടാവുകയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും. അപ്പോൾ ബൈ.